ഹായ് ഗൈസ്, എല്ലാവർക്കും ടെക് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മൾ ചൈനയിലത്തെ കുറേ ആപ്പുകൾ നിരോധിച്ചത്. അതിനുള്ളിൽ ടിക്ടോക്ക്, എക്സെൻഡർ, ഷെയറിറ്റ് അങ്ങനെ കുറേ ആപ്പുകൾ, നമുക്ക് ഉപയോഗമുള്ള കുറേ ആപ്പുകളുണ്ട്. അപ്പോൾ നമ്മളിന്ന് എക്സെൻഡറും ഷെയറിറ്റും ഈ രണ്ട് ആപ്പുകളുടെ ഓൾട്ടർനേറ്റീവ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. നമുക്ക് ഈ എക്സെൻഡറിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആപ്പുകൾ നമുക്ക് ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഈ ആപ്പിന് വലിയ സ്പേസ് ഒന്നും വരുന്നില്ല. ഏകദേശം ഒരു 10 MB വരെ ഇതിൻ്റെ സ്പേസ് വരുന്നുള്ളൂ. നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ഗൂഗിൾ ഫയൽ എന്നാണ് സെർച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ഫയൽസ് ബൈ ഗൂഗിളിന് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആപ്പ്. ഈ ആപ്പ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, ഏകദേശം ഒരു 10 MB അടുത്ത് 7 MB നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ആപ്പിൽ എങ്ങനെ ഷെയർ ചെയ്യാനൊക്കെ നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. നമ്മൾ ഇനി ഇത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അതാണ് നമ്മുടെ ആപ്പ് ഫയൽസ്. നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അത് തന്നെ വേണ്ടത് ഇതിൻ്റെ ക്ലീൻ സെക്ഷനാണ്. അപ്പോൾ ഇത് നമ്മുടെ ഉള്ള ജങ്ക്സിനെല്ലാം കാണിക്കും. നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള ഫയലുകളെല്ലാം കാണിക്കും. നമ്മളിതുമ്പോൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ക്ലീൻ ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ ഒരു എക്സ്ട്രാ ഫീച്ചറും കൂടി ഇതിനുള്ള നമുക്ക് തരുന്നുണ്ട്. ഇതിലുള്ള വേറെ ഒന്നാണ് ബ്രൗസ്. നമ്മുടെ ആപ്പുകളൊക്കെ എവിടെയാണെന്നോ അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് എക്സെൻഡറിൻ്റെ പോലെ ഇതിൽ ഷെയർ ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ഡൗൺലോഡ്സും ഇമേജസും വീഡിയോസും അങ്ങനെ എല്ലാം കാണിക്കും. ഇനി നമ്മൾ ഈ ഗൂഗിൾ ഫയൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു സാധനം നമ്മുടെ ഫോണിൽ നിന്ന് വേറെ ഡിവൈസിലേക്ക് ഷെയർ ചെയ്യാൻ പോവാണ്. നമ്മളിവിടെ ഷെയർ ക്ലിക്ക് ചെയ്യുക, അല്ല സെൻഡ് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ കൂടെ എല്ലോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതുപോലെ തന്നെ മറ്റേ ഡിവൈസിൽ നമ്മൾ റിസീവും ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഡിവൈസിൻ്റെ പേര് ഇവിടെ വന്നിരിക്കുന്നത് കാണാം. നമ്മളിതൊന്ന് സെലക്ട് ചെയ്യുക. നമുക്ക് ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ഡിവൈസിൽ കണക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. നമ്മളതിന്മേൽ ക്ലിക്ക് ചെയ്യേണ്ടതായി വരും. അപ്പോൾ ഇതിലുള്ള ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസും ആപ്പുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. നമ്മളുടെ ആപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ഇതൊക്കെ സെൻഡ് ചെയ്യാവുന്നതാണ്. ഓഡിയോ, ഇപ്പം ഞാനിതിൽ ഇമേജാണ് സെൻഡ് ചെയ്യണത്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചൊരു ഇമേജ്. അതൊന്ന് സെലക്ട് ചെയ്യുക, സെൻഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ഫയൽ ഇപ്പോൾ സെൻഡായി കഴിഞ്ഞു. ഇത്രയ്ക്കും സിമ്പിളാണ് നമ്മൾ ഈ ഗൂഗിൾ ഫയൽസ് ഉപയോഗിച്ച് ചെയ്യാൻ. അതുപോലെ നമുക്ക് റിസീവും ചെയ്യാവുന്നതാണ്. നമുക്കിത് ഡിസ്കണക്ട് ചെയ്യാം. ഇത്രയ്ക്കും എളുപ്പമാണ് ഈ സംഭവം ചെയ്യാൻ. നമ്മുടെ ഈ എക്സെൻഡറിൻ്റെ പോലെ തന്നെ ഭയങ്കര എളുപ്പമാണ് ഇത് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇതുപോലെ തന്നെ വീഡിയോസ് കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഞാൻ വേറൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ.